പ്രണാമം. ചിജ്ജട ചിന്തനത്തിലെ 7ഉം 8ഉം പദ്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്തത്. ചിത്ത്, ജഡം, ബോധം, നാമം, രൂപം. നാമവും രൂപവും ജഡം. ചിത്ത്, ബോധം, വസ്തു. ചിത്ത് ഒരിക്കലും ഒരു മാറ്റവുമില്ലാതെ എന്നും ഒരുപോലെ വിളങ്ങി നിൽക്കുന്നു. വാസിഷ്ഠവും മറ്റും പറയും, സകൃത് വിഭാതി വിമല, മാറ്റമില്ലാതെ പ്രകാശിച്ചു നിൽക്കുന്നു, ഒരിക്കലും മാറ്റമില്ലാതെ. സകൃത് വിഭാതി വിമല, നിത്യോദയവതി സതി. നിത്യോദയവതി, എല്ലാറ്റിനെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ചിത്താണ്. സാ ബ്രഹ്മാത്മപരമാത്മേതി നാമഭിപരിഗീയത്തെ. ഈ ചിത്തിനെ, ബോധത്തെ, എങ്ങും നിറഞ്ഞ് നിൽക്കുന്ന ബോധത്തെയാണ് ബ്രഹ്മം, ആത്മാവ്, പരമാത്മാവ് എന്നിങ്ങനെ പല പേരുകൾ ചൊല്ലി വിളിക്കുന്നത്. അതേ അവസരത്തിൽ ജഡം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു. എപ്പോഴും ജനിക്കുക, ഉള്ളതായി തോന്നുക, വളരുക, ജീർണിക്കുക, നശിക്കുക തുടങ്ങിയവയൊക്കെ സദാ ജഡത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ പരിണാമങ്ങൾക്ക് തന്നെ പല ഘട്ടങ്ങളുണ്ട്. പക്ഷേ ഒരു സത്യദർശിയെ സംബന്ധിച്ചിടത്തോളം ഈ ജഡം ബോധത്തിലെ ഒരു വെറും തോന്നലായതുകൊണ്ട്, ഭ്രമമായതുകൊണ്ട് ആ ജഡവും ബോധം തന്നെയാണ്. ബോധത്തിന്റെ ശക്തിയാണ് ജഡരൂപങ്ങളെ ഉണ്ടാക്കി കാണിക്കുന്നത്. ബോധത്തിന്റെ ശക്തി ബോധം തന്നെ. അപ്പോൾ ശക്തി ഉണ്ടാക്കി കാണിക്കുന്ന രൂപഭേദങ്ങളും ബോധം തന്നെ. ശ്രീശങ്കര ഭഗവത്പാദർ പറയും, കാരണസ്യ ആത്മരൂപാശക്തി. കാരണമാണ് ചിത്ത്, പരമകാരണം. കാരണത്തിന്റെ സ്വരൂപം തന്നെയാണ് ശക്തി. ശക്തേരാത്മഭൂതം കാര്യം. ശക്തിയുടെ സ്വരൂപം തന്നെയാണ് കാര്യം. പല രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. ജഡരൂപങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് ബോധം മാത്രമേ നിലവിലുള്ളൂ. അതിൽ എന്തൊക്കെ പ്രത്യക്ഷപ്പെട്ടാലും അതല്ലാതെ മറ്റൊന്നുണ്ടാവാനേ സാധ്യമല്ല. അതുകൊണ്ട് ചിജ്ജട ചിന്തനത്തിലെ 7ാം പദ്യത്തിൽ ഗുരുദേവൻ ജഡത്തിന്റെ ഓരോ പരിണാമഘട്ടങ്ങളെയും പേരു ചൊല്ലി ഭഗവാന്റെ പേരാക്കി സംബോധന ചെയ്യുകയാണ്. അല്ലാതെ ജഡം മറ്റൊരു വസ്തുവാണ് എന്ന ഭാവത്തിലല്ല സംബോധന. അതാണ് 7ാം പദ്യം. അരുളേ തിരുമേനി അണഞ്ഞിടും ഈ ഇരുളെ, വെളിയെ ഇടയെ പൊതുവെ, കരളെ കരളിങ്കലിരിക്കും അരും പൊരുളെ, പുരി 3 മരിച്ചവനെ. അരുളേ, അരുളെന്ന് പറയുന്നത് ആ ശുദ്ധ സത്യം. അനുകമ്പാപൂർണമായി സദാ എല്ലാറ്റിനെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശുദ്ധബോധം, ജ്ഞാനം, അതുതന്നെയാണ് അരുള്. അരുളേ, അതിൽ ആദ്യമായി ആവിർഭവിക്കുന്ന ജഡരൂപം ഒരു മറയാണ്, സത്യത്തെ മറയ്ക്കുന്ന മറ. അതാണ് മായയുടെ ആവരണം എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇതൊക്കെ ഊഹിച്ചതാണോ? അല്ല. ആകെ കൂടിയുള്ള സത്യത്തിൽ സംഭവിക്കുന്ന എല്ലാ പരിണാമഘട്ടങ്ങളും നമ്മുടെയൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ നോക്കിക്കണ്ട് അറിയാവുന്നതാണ്. പക്ഷെ നമ്മളുമൊക്കെ ആ സത്യമാണ്. അപ്പോൾ പരമാത്മസ്വരൂപത്തിൽ സംഭവിക്കുന്ന
ഏത് രൂപത്തിന്റെയും അംശം നമ്മുടെയൊക്കെ പരമാത്മാവിന്റെ കൊച്ചു കൊച്ചു രൂപങ്ങളാണല്ലോ നമ്മളുമൊക്കെ. നമ്മിലും ഒക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും. അതുകൊണ്ടാണ് വേദാന്തത്തിനൊന്നും നേരിട്ട് ബോധ്യപ്പെടാൻ കഴിയാത്ത ഒന്നും പറയാനില്ല. അതാണ് കൃഷ്ണൻ ഈ ബ്രഹ്മവിദ്യയെക്കുറിച്ച് പറയുന്നത് പ്രത്യക്ഷാവഗമം. വേദാന്തം ഈ ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നത് എന്തും പ്രത്യക്ഷത്തിൽ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ ഇരുള്, തിരുമേനി അണഞ്ഞിടും ഈ ഇരുളെ, ആ ബോധത്തിൽ മായാഭ്രമങ്ങൾ ഉളവാക്കാൻ വേണ്ടി ആദ്യം അതിനെ മൂടിക്കൊണ്ട് ഒരു ഇരുണ്ട മറ ആവിർഭവിക്കുന്നു. നമ്മളൊക്കെ എപ്പോഴാണ് അനുഭവിക്കുന്നത്? ഗാഠനിദ്ര. അത് ചിന്തിച്ചു നോക്കേണ്ടതല്ലേ? ഗാഠനിദ്രയിൽ ബോധവും ഇരുട്ടും, ഇരുണ്ട ഒരു മറയും, മറ്റൊന്നുമില്ല. വാസ്തവത്തിൽ ഞാനെന്ന ജീവഭാവം പോലും ഇല്ലാതാവുന്നു. ഗാഠനിദ്ര സ്വപ്നം പോലും ഇല്ലാത്ത ഗാഠമായ ഉറക്കം. അവിടെ എന്താ ഉള്ളത്? ബോധം, ഒരിരുണ്ട മറ. ബോധമില്ലെന്ന് പറയാൻ പറ്റുമോ? ബോധമില്ലെങ്കിൽ പിന്നെ മരിച്ചതായി പോവില്ലേ? അപ്പോ മറ്റൊന്നുമില്ല, ശരീരമില്ല, പ്രപഞ്ചമില്ല, ഒന്നുമില്ല. ബോധവും ഒരിരുണ്ട മറയും. ഇത് രണ്ടും ഉണ്ടെന്ന് എങ്ങനെ അറിയാം? ഉണർന്നു വരുമ്പോ ഇത് രണ്ടും ഉണ്ടെന്ന് അനുഭവിച്ചിരുന്നു എന്ന ഓർമ്മയോടുകൂടിയാണ് ഉണർന്നു വരുന്നത്. ഞാൻ സുഖമായി ഉറങ്ങി, ഒന്നും അറിഞ്ഞില്ല. സുഖമായി ഉറങ്ങി, സുഖാനുഭവം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴറിയാൻ പറ്റിയില്ല. അല്ലേ, എല്ലാവരും ഒന്ന് വിശ്രമിക്കാനും സുഖിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നത് ഉറക്കമല്ലേ? ഉറക്കം കിട്ടണം. അപ്പോൾ അവിടെ സുഖമുണ്ട്. എല്ലാവർക്കും അറിയാം, ഗാഠനിദ്രയിൽ നല്ല സുഖം. പക്ഷെ ഒന്നും അറിഞ്ഞില്ല. ആ സുഖത്തെ പോലും മറച്ചിരുന്ന ഒരു മറ. അതാണ് ഈ തിരുമേനി അണഞ്ഞിടും ഈ ഇരുളെ. ഇതൊക്കെ നമുക്കാർക്കും നമ്മുടെ ദൈനംദിന ജീവിതത്തെ നോക്കിക്കണ്ടാൽ തന്നെ ബോധ്യപ്പെടുന്നതാണ്. ഗാഠനിദ്ര നമ്മൾ അനുഭവിക്കുന്നതല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കണം, എന്തൊക്കെ അവിടെ ഉള്ളത്. ഈ ഒരു മറയും ബോധവും. പക്ഷെ ഈ മറ വരുന്നതിന് മുൻപ് എന്തുണ്ടായിരുന്നു? ബോധം. അപ്പൊ ഈ മറ എന്താ? ഒരു ഭ്രമമായിക്കോട്ടെ, പക്ഷെ അതും ബോധമല്ലാതെ മറ്റൊന്നുമാവാൻ സാധ്യമില്ല. പുതിയൊരു വസ്തു ഉണ്ടാവാനേ ഒക്കില്ല. കാരണം ഇതൊക്കെ തോന്നുന്നതിന് മുൻപൊരൊറ്റ വസ്തുവേ ഉള്ളൂ, ബോധം. അപ്പോ ആദ്യത്തെ നാമരൂപമാണ് ഈ മറ. ഇതിന് വേദാന്ത ഭാഷയിൽ അവ്യക്തം എന്ന് പറയും. മായ ഉണ്ടാക്കുന്ന അവ്യക്തം. അരുളെ തിരുമേനി അണഞ്ഞിടും ഈ ഇരുളെ. തിരുമേനി ശുദ്ധമായ ദിവ്യമായ അവിടുത്തെ സ്വരൂപത്തെ മറച്ചുകൊണ്ട് ആരംഭിക്കുന്ന ഇരുളെ. ആ ഇരുളും അങ്ങു തന്നെ. അതുകൊണ്ടാണ് ഇരുളെ എന്ന് ഭഗവാനെ സംബോധന ചെയ്തിരിക്കുന്നത്. തിരുമേനി അണഞ്ഞിടും ഈ ഇരുളെ വെളിയെ. തുടർന്ന് ആകാശത്തിന്റെ തോന്നൽ. സ്പേസ്, ആകാശം. ആകാശം എന്ന പഞ്ചഭൂതങ്ങളിലെ ആദ്യത്തെ ഘടകം, ആകാശത്തിന്റെ തോന്നൽ. അതും ഭഗവാൻ തന്നെ. എന്നുവെച്ചാ ആ ഇരുട്ട് അവ്യക്തം ഭഗവാനായിരുന്നെങ്കിൽ അതിൽ നിന്ന് വരുന്ന ഈ ആകാശവും ഭഗവാനല്ലാതെ മറ്റൊന്നും ആവാൻ പറ്റില്ലല്ലോ. വെളിയെ, ആകാശമേ. ഇടയെ, ഇടയൊക്കെ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്താണ്. ചെറുതും വലുതും നടുമധ്യവുമായി
അലയറ്റുയരുന്ന ചിദംബരമേ, ആ നടുമധ്യം. എന്തൊക്കെയാണ് നടുമധ്യം? തേജസ്സും ജലവും ആണ്. തേജസ്സിനെയും ജലത്തിനെയുമാണ് നമ്മൾ നടുമധ്യമായി കണക്കാക്കിയത്. വെളിയേ ഇടയേ പൊതുവേ ഇതെല്ലാം സംഭവിച്ചു കഴിയുമ്പോൾ ഒരേ പ്രാണശരീരത്തിൽ ജഗത്ത് മുഴുവൻ പ്രകാശിക്കുന്നതായി അനുഭവിക്കുന്ന ഒരു വിശ്വ അഹന്ത, കോസ്മിക് ഈഗോ. ഈ കോസ്മിക് ഈഗോ ഉണ്ടെന്ന് എങ്ങനെ അറിയാം? നമുക്കൊക്കെ കൊച്ചുകൊച്ച് ഈഗോകൾ ഉള്ളതുകൊണ്ട് തന്നെ അറിയാം. ആ വിശ്വാഹന്തയുടെ ഭാഗങ്ങളാണ് നമ്മുടെയൊക്കെ ഉള്ളിലുള്ള കൊച്ചു കൊച്ചു ഞാൻ എന്ന് പറഞ്ഞൊരു അഹന്ത നമ്മളിലൊക്കെ സദാ അനുഭവപ്പെടുന്നില്ലേ? ആ അഹന്തയാണ് പൊതുവെ ഇവിടെ എല്ലാ പ്രപഞ്ച ഘടകങ്ങളും ഞാൻ തന്നെ എന്നനുഭവിക്കുന്ന അഹന്ത, അതായത് പ്രാണരൂപിയായ അഹന്ത. നമുക്കത് അനുഭവിക്കാൻ പറ്റുന്നില്ല. കാരണം ജഡശരീരം ഇങ്ങനെ വേർപെട്ടു നിൽക്കുന്നതുകൊണ്ട് നമ്മൾ പ്രാണരൂപിയാണ് എന്ന് സാധാരണഗതിയിൽ അനുഭവിക്കുന്നില്ല. നേരെ മറിച്ച് ഒരു സാധകൻ മനസ്സിനെയൊക്കെ ശമിപ്പിച്ച് കുണ്ടലിനി പ്രാണപ്രസരം എന്നൊക്കെ പറയുന്നില്ലേ, ആ കുണ്ടലിനിയൊക്കെ ഉണർന്ന് പ്രസരിക്കാൻ തുടങ്ങിയാൽ എല്ലാം ഞാനാണ് എന്നനുഭവിക്കുന്ന വിശ്വാഹന്ത ഒരു യോഗിക്ക് തന്നെ തന്റെ വ്യക്തിശരീരം മറന്ന് അനുഭവിക്കാൻ കഴിയും. വലിയ യോഗിയൊന്നും ആവണമെന്നില്ല. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, മഹാകവി ടാഗോറിന് പോലും ഒരിക്കൽ ഈ അനുഭവം ഉണ്ടായി എന്ന് അദ്ദേഹം തന്റെ ജീവിത സ്മരണയിൽ കുറിക്കുന്നു. എന്നുവെച്ചാൽ ആർക്കും മനസ്സേകാഗ്രപ്പെട്ടാൽ ഈ പ്രാണപ്രസരം ഉണ്ടാവും. കുണ്ടലിനി എന്ന് പറയുന്ന പ്രാണന്റെ പ്രസരം. പ്രാണൻ കട്ടികൂടുന്നതാണ് മനസ്സ്, വെള്ളം കട്ടികൂടുന്നതാണ് മഞ്ഞുകട്ട. ആ മഞ്ഞുകട്ട ഉരുവിയാൽ എന്ത് സംഭവിക്കും? വെള്ളം ഒഴുകും, ഗംഭീരമായിട്ട് വെള്ളം ഒഴുകും. അതുപോലെ മനസ്സേകാഗ്രപ്പെട്ടാൽ, ഇതൊക്കെ അത്യന്തം ശാസ്ത്രീയമാണ്. മനസ്സേകാഗ്രപ്പെട്ടാൽ പ്രാണൻ പ്രസരിക്കും. പ്രാണൻ പ്രസരിച്ചാൽ ഈ വ്യക്തി ശരീരത്തിൽ മാത്രം ഒതുങ്ങി നിന്നു എന്ന് വരില്ല. അത് വ്യക്തി ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വ്യാപിച്ചിട്ട് എല്ലാ പ്രപഞ്ച ഘടകങ്ങളും എന്നിൽ തന്നെയാണ് ഉണ്ടായി മറയുന്നത് എന്നനുഭവിക്കാൻ കഴിയും. ടാഗോറിന് തോന്നിയത് അങ്ങനെയാണ്. അദ്ദേഹം കൽക്കട്ടയിലെ തെരുവിൽ കൂടെ നടന്നു പോകുമ്പോൾ സന്ധ്യാസമയം കവി ഹൃദയമല്ലേ, മനോഹരമായ പ്രകൃതി ദൃശ്യത്തിൽ മനസ്സേകാഗ്രപ്പെട്ടു. തന്റെ രോമകൂപങ്ങളിൽ കൂടി ഏതോ ഒരു അത്ഭുത ശക്തി പുറത്തേക്ക് പ്രവഹിക്കുന്നത് അദ്ദേഹത്തിന് തോന്നിയെന്നാണ്. എന്നിട്ട് തന്റെ ചുറ്റുപാടുമുള്ള കെട്ടിടങ്ങളും പശുക്കളും മനുഷ്യരും ഒക്കെ തന്നിലേക്ക് വന്ന് ലയിക്കുന്നതായി തോന്നിയെന്നാണ്. ആ അനുഭവത്തിന്റെ അത്ഭുത സ്വഭാവം ഏതാണ്ട് ഒരാഴ്ചയോളം അദ്ദേഹത്തിന്റെ മനസ്സിനെ ബാധിച്ചിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ടാഗോർ ഗീതാഞ്ജലി എന്ന മിസ്റ്റിക് പോയം രചിച്ചത്. ഗീതാഞ്ജലിയുടെ അർത്ഥമൊന്നും സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. എങ്കിലും എന്തോ ഒരു ദിവ്യത്വം ആ കവിതയിൽ അടങ്ങിയിരിക്കുന്നു എന്ന് വായിക്കുന്ന ആർക്കും തോന്നും. അതുകൊണ്ടാണല്ലോ അതിന് പാശ്ചാത്യർ പോലും നോബൽ പ്രൈസ് കൊടുക്കാൻ തയ്യാറായത്. അപ്പോൾ മനസ്സേകാഗ്രപ്പെടുമോ? ആർക്കും ഈ അനുഭവം ഉണ്ടാവും. അതാണ് പൊതുവേ എന്ന് പറയാൻ കാര്യം. വിശ്വാഹന്ത ആയി ഈ ബോധം പ്രത്യക്ഷപ്പെടുന്നു. ഗീത 11-ാം അധ്യായത്തിൽ വിശ്വരൂപം അർജുനന് കാണിച്ചു കൊടുക്കുന്നു. അവിടെ ഭഗവാൻ അർജുനനോട് പറയുന്ന എന്താ? നിന്റെ ഈ കണ്ണുകൊണ്ട് എന്റെ വിശ്വരൂപം കാണാൻ പറ്റില്ല. ദിവ്യം ദദാമി തേ ചക്ഷുഹു, ഞാൻ നിനക്കൊരു ദിവ്യ ചക്ഷുസ് തരാം.
ഒരു ദിവ്യമായ കണ്ണ്. ആ കണ്ണിൽ കൂടെ നീ നോക്കിയാൽ എന്നെ വിശ്വരൂപനായി കാണാൻ കഴിയും. ഭഗവാൻ അങ്ങനെ ഒരു കണ്ണു കൊടുത്തു. അർജുനൻ കൃഷ്ണനെ നോക്കി, തന്റെ തേര് തെളിക്കുന്ന കൃഷ്ണനാകെ മാറി. ഇതേ രൂപം വാമനൻ മഹാബലിക്ക് കാണിച്ചു കൊടുക്കുന്നു. 3 അടിയുണ്ട്, മുഴുവൻ അടക്കാൻ ഭവിച്ചു. 2 അടി കൊണ്ട് എല്ലായിടവും അളന്നു കഴിഞ്ഞു. 3ാമത്തെ അടി മഹാബലിയുടെ തലയിൽ വെച്ചു. അപ്പോഴേക്കും വിശ്വരൂപനായി അദ്ദേഹം വളർന്നു കഴിഞ്ഞിരുന്നു എന്നാണ്. എല്ലാം 3 അടിക്ക് അളന്ന് എടുത്തു. അതുപോലെ വിശ്വരൂപം, വിരാട് രൂപം എന്നൊക്കെ ഇതിന് പേരുണ്ട്. ഇതൊക്കെ യോഗിമാർക്ക് അനുഭവിച്ച് ബോധ്യപ്പെടാവുന്ന വസ്തുതകളാണ്. ശാസ്ത്രീയമായി നോക്കി ചിന്തിച്ചാലും അത് ബോധ്യപ്പെടും. പ്രാണപ്രസരം പ്രാണസാക്ഷാത്കാരം അനുഭവിക്കുകയാണ്, ബോധസാക്ഷാത്കാരമല്ല. പൂർണ്ണമായ ബോധസാക്ഷാത്കാരത്തിൽ ചലനം ഇല്ല, നിശ്ചലമായ ബോധമാണ്. അതിന്റെ തൊട്ടടുത്തുള്ള അനുഭവമാണ് ഈ പ്രാണസാക്ഷാത്കാരം. ഈ പ്രാണസാക്ഷാത്കാരം അനുഭവിക്കുമ്പോൾ പ്രാണപ്രസരത്തിൽ കൂടി ഏറെക്കുറെ ബോധത്തെയും തേജോമയമായ ബോധത്തെയും വ്യക്തമായി മനസ്സിന് പിടികിട്ടും എന്നാണ് അനുഭവിച്ചവർ നമ്മോട് പറയുന്നത്. അത്യന്തം തേജോമയമായ പ്രാണനാണ്. അതുകൊണ്ടാണ് 1 കോടി ദിവാകരരുത്തുയരുംപടി എന്ന് ഗുരുദേവൻ ഈ സാക്ഷാത്കാരത്തെ വിവരിക്കുന്നത്. ആണവും മറ്റും ഭേദിച്ച് ഊർജത്തിന്റെ വലിയൊരു പ്രവാഹമുണ്ടായാൽ സർവത്ര നിറഞ്ഞു തിളങ്ങുന്ന ഒരു തേജസ്സിന്റെ അനുഭവം ഉണ്ടാവുന്ന. ജപ്പാനിൽ ഹിറോഷിമയിൽ ആദ്യത്തെ ആറ്റം ബാംബിട്ട പൈലറ്റ് പറഞ്ഞത്, ഗീതയിൽ ഈ വിശ്വരൂപം ദർശിക്കുന്ന ഒരു ശ്ലോകമുണ്ട്. ദിവി സൂര്യസഹസ്രസ്യ ഭവേത് യുഗപദുത്ഥിത യദിവ 1000 സൂര്യന്മാർ ആകാശത്തിൽ ഒരുമിച്ചുദിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അതിന്റെ തേജസ്, അത്രയും തേജസ് ഈ ബാംബ് വീണ് പൊട്ടിയപ്പോ ആ പൈലറ്റിന് കാണാൻ സാധിച്ചു എന്നാണ്. പൈലറ്റ് ഈ ശ്ലോകം തന്നെ, അയാള് ഗീതയൊക്കെ പഠിച്ചിട്ടുള്ള ആളായിരുന്നു, അന്ന് പത്രത്തിലൊക്കെ വന്നിരുന്നേ. ഈ ശ്ലോകം തന്നെ ഉദ്ധരിച്ച് ആറ്റം ബാംബ് തറയിൽ വീണ് പൊട്ടിയപ്പോഴുണ്ടായ തേജപ്രസരത്തെക്കുറിച്ച് പ്രസ്താവിച്ചു എന്നാണ് പറയുന്നത്. ദിവി സൂര്യസഹസ്രസ്യ ഭവേത് യുഗപദുത്ഥിത യദിഭാഹ. അങ്ങനെ ഒന്ന് സംഭവിക്കാമെങ്കിൽ സദൃശീ സാസ്യാദ്ഭാസസ്തസ്യ മഹാത്മനഃ. ഇത് ഗീതാ ശ്ലോകമാണ്, 11ാം അധ്യായത്തിൽ അർജുനൻ വിശ്വരൂപം ദർശിക്കുന്ന ശ്ലോകമാണ്. 1000 സൂര്യന്മാർ ആകാശത്തിൽ ഒരുമിച്ചുദിച്ചുയർന്നാൽ എത്ര പ്രകാശം വരാൻ സാധ്യമുണ്ടോ അത്രയും പ്രകാശത്തോടെ കൃഷ്ണന്റെ വിശ്വരൂപം കണ്ടു എന്നാണ്. അപ്പോഴേക്കും തന്റെ തേരിലിരിക്കുന്ന കൃഷ്ണനൊന്നും അവിടെ ഇല്ല, ഒരു ദിവ്യചക്ഷുസ് കൊടുത്തിരിക്കുകയാണ്. തത്രൈകസ്ഥം ജഗത്കൃഷ്ണം പ്രവിഭക്തമനേകഥ അപശ്യത് ദേവദേവസ്യ ശരീരേ പാണ്ഡവസ്ഥത. ആ ദേവദേവന്റെ ശരീരം, അപ്പോഴത്തെ ദേവദേവന്റെ ശരീരം എന്താ? പ്രാണൻ. ആ പ്രാണശരീരത്തിൽ സകല പ്രപഞ്ചഘടകങ്ങളും ഒരിടത്ത് ഉദിച്ചസ്തമിക്കുന്നതായി അർജുനന് കാണാൻ കഴിഞ്ഞു എന്നാണ്. ഇതൊന്നും വെറും ഭാവനയല്ല. പ്രാണപ്രസരത്തിൽ നമുക്ക് തന്നെ ഊഹിക്കാമല്ലോ. പ്രാണനെ മുഴുവൻ ഞാൻ എന്ന് അഭിമാനിക്കുന്ന ഒരഹം, ഞാൻ പ്രാണനാണ്. അപ്പൊ ആനന്ദകോടി ബ്രഹ്മാണ്ടങ്ങളും ഒക്കെ എന്നിൽ ഉദിച്ചസ്തമിക്കുകയാണ്. എന്നിൽ. അതാണ് തത്രൈകസ്ഥം ജഗത്കൃത്സ്നം. ഒരേ സ്ഥലത്ത് ജഗത്ത് മുഴുവനും ഏതാണ്ട് ഒരേ സമയത്ത് ഉദിച്ചസ്തമിക്കുന്നു എന്നാണ് അർജുനൻ കണ്ടത്. അവിടെ കാലവും ദേശവും
എല്ലാം ചുരുങ്ങി ഏതാണ്ട് ഒരേ പോയിന്റിൽ എത്തിത്തീരുകയാണ്. അതാണ് ഗുരുദേവനിവിടെ അതിമനോഹരമായി പച്ച മലയാള ഭാഷയിൽ പൊതുവേ, ഇതൊക്കെ ഈ വേദാന്തശാസ്ത്രം പഠിച്ചിട്ടില്ലെങ്കിൽ ഈ വാക്കിനൊന്നും അർത്ഥമേ പിടിയിട്ടില്ല. എന്താ ഈ പൊതുവേ, ഇടയെ, പൊതുവേ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഗംഭീരമായിട്ട് വാസ്തവത്തിൽ വേദാന്ത തത്വം പച്ച മലയാള പദങ്ങൾ കൊണ്ട് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഗുരുദേവൻ ഈ കൃതിയിൽ. അരുളെ തിരുമേനി അണഞ്ഞിടുമീ ഇരുളെ, വെളിയെ ആകാശമേ, ഇടയെ അതിനിടയ്ക്ക് വന്ന് ചേരുന്ന തേജസ് ജലം, അങ്ങനെ കാണുന്ന ഭഗവാനെ, പൊതുവെ എല്ലാം താനാണെന്ന് അനുഭവിക്കുന്ന വിശ്വാസന്ത, ഇതിനെ മഹാനാത്മാ എന്നാണ് കഠോപനിഷത്ത് പറയുന്നത്. മഹാനാത്മാ, എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന ആത്മാവ്. മഹത്തത്വം എന്നാണ് സാഖ്യശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഗുരുദേവൻ കേവലത്തിൻ മഹിമ എന്നാണ്. കേവലം എന്ന് വെച്ചാൽ കേവലം ഞാൻ, ആ ഞാനിന്റെ മഹിമ എല്ലാം ഉൾക്കൊള്ളുന്ന വികാസം, മഹത്വം എന്നാണ് ആത്മോപദേശത്തിൽ ഗുരുദേവൻ പറയുന്നത്. എല്ലാത്തിലും ആ മഹിമ, മഹത്വം, മഹാത്മാ ആ പേര് കാണുവാനുണ്ട്. ഇരുളെ, വെളിയെ, ഇടയെ, പൊതുവെ, ഇതൊക്കെ ഞങ്ങൾക്ക് വലിയ മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കുന്നല്ലോ സാർ. അങ്ങനെ കരുതിയിട്ട് കാര്യമില്ല. എന്താ പ്രയാസം? ഇതൊക്കെ ബുദ്ധി കൊണ്ട് ഒന്ന് ഓർമ്മിച്ച് മനസ്സിലാക്കുക. കരളെ, ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഹൃദയരൂപത്തിൽ പരിണമിക്കുന്നു ജഡം. ഹൃദയം, വേദാന്തിയുടെ ഹൃദയം ഒരു താമരപ്പൂ പോലെ തണ്ടുള്ള ഒരു പുഷ്പം പോലെയാണെന്നാണ് പറയുന്നത്. ആ നാഭിത തഥാ കണ്ഠ, പൊക്കിളിന് മുകളിൽ കണ്ഠത്തിന് താഴെയായി ഹൃദയം മധ്യതസ്ഥിതം, ഹൃദയം ശരീരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു. സനാളം, തണ്ടുണ്ട്. സനാളം പഞ്ചകോശാഭം, 5 ദ്വാരങ്ങളോടുകൂടി ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നു. സനാളം പഞ്ചകോശാഭം. എന്നിട്ട് അതിന്റെ ആ പൂവ്, താമരയുടെ പൂവ് താഴോട്ട് ചരിഞ്ഞാണ് കിടക്കുന്നത്. സത്യദർശനം വരുമ്പോൾ എന്നുവെച്ചാൽ വാടി കിടക്കുന്നത് പോലെ സത്യദർശനം വരുമ്പോൾ അത് മുകളിലേക്കായി വികസിക്കും. ചിഞ്ചിട ഇന്ധനത്തിന്റെ വ്യാഖ്യാനം പുസ്തകത്തിൽ വായിച്ചു നോക്കുക. അതിൽ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ചില യോഗിമാരും പറ്റും പറയും ഹൃദയം ഭ്രൂമധ്യത്തിലാണ്. വേദാന്തിയുടെ ഹൃദയം ഭ്രൂമധ്യത്തിലൊന്നുമല്ല, ശരീരമധ്യത്തിലാണ്. ആനാഭിത തഥാകണ്ഠ ഹൃദയം മധ്യതസ്ഥിതം സനാളം പഞ്ചകോശാഭം പഞ്ചഛിദ്രം അധോമുഖം. പഞ്ചഛിദ്രം, 5 ദ്വാരങ്ങളും അതിലുണ്ട്. അധോമുഖം, ആ പൂവ് അധോമുഖമായിട്ടാണ് സാധാരണ. ഇതൊക്കെ യോഗി കണ്ടെത്തുന്ന ഹൃദയമാണ്. ഇതിപ്പോ ഒരു ഡോക്ടർ ഈ ഹൃദയം കാണാനായിട്ട് ഓപ്പറേഷൻ ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ ആ ഹൃദയം കണ്ടില്ലെന്ന് വരും. അവർക്ക് വേറെയാണ് ഹൃദയം. അങ്ങനെയുള്ള ഹൃദയം. പിന്നെ കരളിങ്കിലിരിക്കും അരുൺപൊരുടെ, ഈ ഹൃദയത്തിലാണ് ഒരാൾ ആദ്യം പരമസത്യം സാക്ഷാത്കരിക്കേണ്ടത്. സർവത്ര നിറഞ്ഞു നിൽക്കുന്ന സത്യം ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു. കൃഷ്ണൻ അർജുനനോട് തീർത്തു പറയുന്നല്ലോ, അർജുന ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ. അർജുന, ഈശ്വരൻ സകല ജീവജാലങ്ങളുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു. കൃഷ്ണൻ പറഞ്ഞാൽ പോലും ഇതാരും വിശ്വസിക്കില്ല. എന്നിട്ട് ഈശ്വരനെ അന്വേഷിച്ച് എവിടെയൊക്കെയോ ഓടി നടക്കുകയാണ്. ഉള്ളിലാ ഭഗവാനെ കാണാൻ ശ്രമിക്കാതെ. സർവഭൂതാനാം ഹൃദ്ദേശ അർജുന തിഷ്ഠതി, അവിടെ ഇരുന്നുകൊണ്ട് സകല ജീവികളെയും യന്ത്രത്തിൽ കയറ്റിവെച്ച സാധനങ്ങളെ എന്ന പോലെ ഭഗവാൻ കറക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് തന്റെ മായ കൊണ്ട്.
യന്ത്രാരൂഢാനി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ. അർജുന, അത് സാരമില്ല. ആ ഈശ്വരനെ തന്നെ നീ ശരണം പ്രാപിക്കൂ. നിന്റെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈശ്വരനെ ത്വമേവ ശരണം ഗച്ഛ. ആ ഈശ്വരനെ തന്നെ ശരണം പ്രാപിക്കൂ. പക്ഷെ എങ്ങനെ? സർവഭാവേന ഭാരത. നിന്റെ ഉള്ളിലിരിക്കുന്ന ഈ ഈശ്വരനാണ് സകല കാഴ്ചകളുമായി പുറത്ത് കാണപ്പെടുന്നത്. ആ ഈശ്വരൻ തന്നെയാണ് ഈ കാണുന്ന സകല കാഴ്ചകളും. അത് മനസ്സിലാക്കി ഞാൻ തന്നെയാണപ്പോ എല്ലാം, ഞാൻ തന്നെയാണ് ഈ കാണുന്നതെല്ലാം. വിവേകാനന്ദ സ്വാമി പറയും പോലെ ഞാനല്ലാതെ മറ്റാരുമില്ല. അത് കൃഷ്ണനും പറഞ്ഞിട്ടുണ്ട്. തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തത്പ്രസാദാത് പരാം ശാന്തിം സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. നിന്റെ ഉള്ളിൽ ഈ രീതിയിൽ നീ ആ ഈശ്വരനെ ഭജിക്കുമെങ്കിൽ, അതായത് സർവഭാവേന, അവിടെ നിന്നുകൊണ്ട് ആ ഈശ്വരൻ പ്രസന്നനാകും. അതിന്റെ രഹസ്യം എന്താ? രാഗദ്വേഷം പോവില്ലേ? എന്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ തന്നെയാണ് ഇവിടെ അമീബ മുതൽ ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാർ വരെ, അല്ലെങ്കിൽ സൂര്യചന്ദ്രന്മാർ വരെ സകലത്തും. അപ്പൊ സകലതും ഞാൻ തന്നെ. അപ്പൊ രാഗദ്വേഷങ്ങളില്ല. ഭേദചിന്തയും രാഗദ്വേഷങ്ങളും പോവും. ഭേദചിന്തയും രാഗദ്വേഷങ്ങളും പോയാൽ ആ നിമിഷം ഹൃദയം പ്രസന്നമാവും. തത്പ്രസാദാത്, നിന്റെ ഉള്ളിലിരിക്കുന്ന ആ ഈശ്വരൻ പ്രസാദിക്കട്ടെ, അവിടെ പ്രസന്നത തെളിയട്ടെ. തെളിഞ്ഞാൽ തത്പ്രസാദാത് പരാം ശാന്തിം പ്രാപ്സ്യസി, അങ്ങേറ്റത്തെ ശാന്തി, ബ്രഹ്മനിർവാണം, അങ്ങേറ്റത്തെ ആനന്ദം, ശാന്തി, സുഖം നിനക്ക് കിട്ടും. ശാശ്വതം. ആ സുഖം കിട്ടിയാൽ അത് പിന്നെ ഒരിക്കലും വിട്ടുപോകില്ല. പരാം ശാന്തിം സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. ഇതെല്ലാവരും വായിക്കും. പക്ഷെ ഉള്ളിൽ ഈശ്വരനുണ്ടെന്നറിഞ്ഞാലും ആ ഈശ്വരൻ തന്നെയാണ് പുറത്തിരിക്കുന്നതെന്നൊക്കെ കൃഷ്ണൻ പറഞ്ഞാലും അതിനാരും തയ്യാറില്ല. ഭേദചിന്തയും രാഗദ്വേഷവും വിടാൻ ആരും തയ്യാറില്ല. അതേ ഉള്ളൂ പ്രശ്നം. ഇവിടെ വേറെ ഒരു പ്രശ്നവുമില്ല. ഇതൊക്കെ എന്തിനു പറയുന്നു? ഇതൊക്കെ പറയുന്നത് ഈ ഒരൊറ്റ കാര്യത്തിന്. ഒക്കെ ഈശ്വരമയമാണെന്ന് ഓർമ്മിച്ച് ചിത്തത്തെ ശുദ്ധമാക്കൂ. ആ ചിത്തം പ്രസന്നമാകും. പ്രസന്നമായ ചിത്തം ഈ ജഗത്തിന്റെ മുഴുവൻ സത്യത്തെയും സൂര്യതുല്യം നിങ്ങൾക്ക് കാണിച്ചു തരും. ഇതാണ് നിയമം. നമ്മുടെ ചിത്തം പ്രസന്നമായാൽ പ്രപഞ്ചസത്യം സൂര്യതുല്യം നമുക്ക് ബോധ്യപ്പെടും. പ്രസന്നമാക്കാൻ എന്താ സാർ വഴി? ഭേദചിന്തയും രാഗദ്വേഷവും പോണം. നമുക്ക് തന്നെ ഊഹിച്ചൂടെ? ഈ ഭേദചിന്തയും രാഗദ്വേഷവും കൊണ്ട് ഗംഭീരന്മാർ പോലും കിടന്ന് പെടയുകയാണ്. എവിടെ സത്യം തെളിയാൻ പോകുന്നു? ഇതല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. സത്യം തെളിയണമോ ഭേദചിന്തയും രാഗദ്വേഷവും പോണം. അത്രയേ ഉള്ളൂ. എങ്ങനെ പോവും? എല്ലാം ഈശ്വരനാണെന്ന് ഓർമ്മിക്കൂ. പിന്നെ എന്ത് ഭേദചിന്ത? ജാതിഭേദം, മതദ്വേഷം, അതൊക്കെയാണ് ഗുരുദേവൻ പറഞ്ഞത്. ഇവിടെ അങ്ങനെ ഒന്നുമില്ല. ഇവിടെ ഒരു ജാതി, ഒരു ദൈവം, ഈ ഹൃദയത്തിലിരിക്കുന്ന ഒരു ദൈവം. ഈ വേദാന്ത രഹസ്യമൊന്നും മനസ്സിലാക്കാതെ നമ്മൾ ആ മുദ്രാവാക്യമൊക്കെ വിളിച്ചുകൊണ്ട് നടന്നാൽ വിളിക്കാൻ മാത്രം പറ്റും. ഉള്ളിൽ നിന്നൊന്നും പോവില്ല, ഒന്നും ഒരിടത്തും. പിന്നെ എവിടുന്ന് സത്യം തെളിയുന്നത്? അപ്പോ കരളെ, കരളിങ്കലിരിക്കും അരും പൊരുളെ, അരും പൊരുളെ, ശുദ്ധമായ ബോധസ്വരൂപമായ സത്യമേ. കരളിങ്കലിരിക്കുന്നു, സകലുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു. പുരി 3 മരിച്ചവനെ ആ കരളിലിരുന്നു കൊണ്ട്, പുരി 3 മരിച്ചവനെ, 3 പുരമുണ്ട് ഈ ശരീരത്തിനെ. കാരണശരീരം, സൂക്ഷ്മശരീരം, സ്ഥൂല ശരീരം. ഇവയാണ് 3 പുരങ്ങൾ. ത്രിപുരദഹനം എന്ന കഥ കേട്ടിട്ടുണ്ടല്ലോ. ശിവൻ ത്രിപുരന്മാർക്ക് 3
പുരങ്ങളുണ്ടായിരുന്നു എന്നാണ്. ഒന്ന് സ്വർണം കൊണ്ടുള്ളത്, മറ്റൊന്ന് വെള്ളി കൊണ്ടുള്ളത്, മറ്റേത് ഇരുമ്പ് കൊണ്ടുള്ളത്. ആണ് സ്ഥൂല ശരീരം ഇരുമ്പ് കൊണ്ടുള്ളത്. സൂക്ഷ്മ ശരീരം വെള്ളി കൊണ്ടുള്ളത്. കാരണശരീരം എന്ന് വെച്ചാൽ സത്വബുദ്ധിയാണ്. ഇവിടെ ഈ ഇരുട്ട് ഒക്കെ ശുദ്ധമായി കഴിഞ്ഞ ശരീരം സ്വർണം പോലെ പ്രകാശിക്കും. പ്രസന്നമായാൽ പറഞ്ഞില്ല, പ്രസാദം നിറഞ്ഞു നിൽക്കുന്ന ഹൃദയം. പക്ഷെ അപ്പോഴും ജഡത്തിന്റെ അംശമുണ്ട്. ഈ പ്രസന്നത വന്നു കഴിഞ്ഞാൽ അതൊക്കെ ക്രമേണ പോയിട്ട് അപ്പൊ പുരി മൂന്നും എരിഞ്ഞു. സൂക്ഷ്മ ശരീരവും പോയി, കാരണശരീരവും പോയി, സ്ഥൂല ശരീരവും പോയി. എന്തുകൊണ്ട്? എല്ലാം ഒന്നെന്നുറപ്പ് വരുന്നു. പിന്നെ അത് സൂക്ഷ്മ ശരീരം സർവത്ര നിറഞ്ഞ ഒരേ ബോധസ്വരൂപമായ ജഗദീശ്വരൻ. ഹൃദയം പ്രസന്നമായാൽ ആ പ്രസന്നത സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ജഗദീശ്വരനെ സൂര്യതുല്യം കാട്ടിത്തരും. പിന്നെ ഏത് കാരണശരീരം? ഒരീശ്വരൻ മാത്രം, ബ്രഹ്മം. മറ്റ് രണ്ടാമത് ഇവിടെ യാതൊന്നും തന്നെ ഇല്ല. അതാണ് പുരി മൂന്ന് മരിച്ചവനെ അവിടെ ഇരുന്നുകൊണ്ട്, ആ കരളിലിരുന്നു കൊണ്ട് പുരി മൂന്നും എരിക്കുന്നു. ത്രിപുരദഹനം കഥ തന്നെ ഇതിന്റെ ഒരു പ്രതീകമാണ്. ത്രിപുരന്മാരുടെ 3 പുരങ്ങളെയും ശിവൻ എരിച്ച് ചാമ്പലാക്കി എന്നാണല്ലോ, തൃക്കണ്ണിൽ നിന്നുള്ള അഗ്നി കൊണ്ട് എരിച്ച് ചാമ്പലാക്കി എന്നാണല്ലോ കഥ. അത് ഇത് തന്നെയാണ്. പുരി 3 മരിച്ചവനെ, സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളെ, ജഡരൂപങ്ങൾ, അവയൊക്കെ ജഡമാണ്. സൂക്ഷ്മജലം, മധ്യജലം, സ്ഥൂലജലം, അവയൊക്കെ എരിച്ച് ചാമ്പലാക്കി, എന്നുവെച്ചാൽ അവയെ ഇല്ലാതാക്കി, അവയെ മറച്ച് അവ പാടെയില്ലാതായി. അങ്ങനെ പൂർണ്ണ സത്യം തെളിയിച്ചു തരുന്ന അല്ലയോ ഭഗവാനെ. ഇത്രയും സംബോധനയാണ് ഭഗവാന്റെ. അരുളേ തിരുമേനി അണഞ്ഞിടുമീ ഇരുളേ. അതായത് ഈ വേദാന്ത സത്യം, വേദാന്ത ശാസ്ത്രം നല്ല ഭംഗിയായി വായിച്ച് ഗ്രഹിച്ചിട്ടുള്ളവർക്ക് മാത്രമേ ഈ ശ്ലോകം ഒക്കെ പിടികിട്ടൂ. അല്ലെങ്കിൽ തോന്നും ഗുരുദേവൻ എന്തൊക്കെയോ കുറെ പദങ്ങൾ അങ്ങനെ പറയുന്നു. അരുളേ തിരുമേനി അണഞ്ഞിടുമീ ഇരുളേ, വെളിയെ ഇടയെ പൊതുവേ കരളെ, കരളിങ്കലിരിക്കും അരുമ്പൊരുളെ, പുരി 3 മരിച്ചവനെ, എരികയ്യതിലേന്തി ഇറങ്ങി വരും തിരുമേനി. അങ്ങ് എരി കയ്യതിലേന്തി തേജോമയമായ ഒരു ദീപം കയ്യിലേന്തിക്കൊണ്ടിങ്ങനെ ഇറങ്ങി വരികയാണ്. അതാണ് ചിത്തം പ്രസന്നമായാൽ നമ്മുടെ ചിത്തം പ്രസന്നമാകുന്നതോടുകൂടി മറം മാറിയിട്ട് തേജോമയമായ സത്യം, പ്രകാശമയമായ സത്യം, ആദ്യം പ്രകാശമയമായ പ്രാണരൂപം, പിന്നീട് ബോധം. ആ പ്രാണരൂപം വരുമ്പോ പ്രാണനൊക്കെ നമുക്കുള്ളതല്ലേ, വായുവും മറ്റും, അതൊക്കെ തേജോമയമാവും. അത് ചലിക്കുന്നതാണ്. അപ്പോൾ ഇറങ്ങി വരുന്ന പ്രതീതി അതിങ്ങനെ കുറേശ്ശെ മറ മാറിയിട്ട് ബോധം തെളിയുന്ന അവസ്ഥയാണ് എരികയ്യത്തിൽ ഏന്തി ഇറങ്ങി വരും തിരുമേനി. ഇങ്ങനെ ഇറങ്ങി വരുന്നതായ അവിടുത്തെ ആ ദിവ്യരൂപം ക്രമേണ വികസിക്കുന്ന, പ്രാണസാക്ഷാത്കാരത്തിൽ കൂടി ക്രമേണ സർവത്ര നിറഞ്ഞ് വികസിക്കുന്ന അങ്ങയുടെ രൂപം എന്നാണ് അർത്ഥം. എരികയ്യത്തിലേന്തി, എരികൈ എന്ന് വെച്ചാൽ പ്രകാശമയമായ പ്രാണരൂപത്തോടു കൂടി ഇറങ്ങി വരും തിരുമേനി. അങ്ങയുടെ ദിവ്യമായ ആ രൂപം ചിദംബരമെന്നരുളും പുരി തന്നിൽ ഇരുന്ന്, ചിദംബരം, അതോടുകൂടി ആകാശം മുഴുവൻ നിറഞ്ഞ ബോധം. വെറും ആകാശമല്ലിത്, ചിദാകാശമാണ്. നമ്മൾ ഇന്നലെയൊക്കെ ചർച്ച ചെയ്തല്ലോ. അലയറ്റുയരുന്ന ചിദംബരമേ. സൃഷ്ടി സമയത്ത്
സൃഷ്ടിയും ഈ ചിദംബരത്തിൽ തന്നെ, സംഹാരവും ഈ ചിദംബരത്തിൽ തന്നെ നടക്കുകയാണ്. ഇത് രണ്ടും നടക്കുമ്പോൾ ആ ചിദംബരത്തിന് ഒരനക്കവുമില്ല. അലയറ്റുയരുന്ന ചിദംബരമേ, അത് സൃഷ്ടി. അലയറ്റുയരുന്ന ചിദംബരമാണ്. ഇവിടെ അങ്ങനല്ല. എരികൈയതിലേന്തി ഇറങ്ങി വന്നിട്ട് പുരി മൂന്നും എരിച്ചു കളയുന്ന തിരുമേനി ചിദംബരമെന്നരുളും പുരി തന്നിലിരുന്ന്. ആ ചിദംബരം തെളിയുകയാണ്. ചിദാകാശം, സർവത്ര നിറഞ്ഞ ചിദാകാശം. മനസ്സിലാവാത്തതെന്നൊന്നും വിചാരിച്ചുകൊണ്ടിരിക്കരുത്. നമുക്കെന്താ മനസ്സിലാവാൻ ഈ ആകാശം? ഇത് ബോധമയമാണ് ആകാശം. അത് തെളിയുന്നു ഉള്ളിൽ. അങ്ങനെ ചിദംബരമെന്നരുളും പുരി തന്നിലിരുന്ന്, ആ പുരിയിൽ തന്നെ ഇരുന്നുകൊണ്ട് പുരം പുരി ചെയ്തരുളുന്നത്, 3 പുരികളെയും എരിച്ച് ചാമ്പലാക്കുന്നത് ഒരത്ഭുതം. അതുതന്നെ ഒരത്ഭുതമാണ്. അതിങ്ങനെ വികാസം പ്രാപിച്ച് ഉള്ളിൽ തെളിഞ്ഞു വരുന്നതോടുകൂടി ജഡരൂപങ്ങളൊക്കെ മറയുന്നു. ജഡരൂപങ്ങളെയാണ് നമ്മൾ കാരണശരീരം, സൂക്ഷ്മശരീരം, സ്ഥൂല ശരീരം എന്ന് 3 പുരങ്ങളായി കൽപ്പിച്ചത്. അതൊക്കെ മാഞ്ഞു മറയുന്നു. അത്ഭുതം തോന്നും. അത്ഭുതം. ജഗത്ത് ഇല്ലാതാവുന്നു. ജഗത്ത് ആചാര്യസ്വാമികൾ പറയാറില്ലേ, ക്വഗതം കേനവാ നീതം കുത്രലീനമിതം ജഗത് അധുനൈവ മയാ ദൃഷ്ടം അദ്ഭുതം മഹദദ്ഭുതം ക്വഗതം. ഈ അനുഭവം വന്നു. ഈ അനുഭവം വന്നപ്പോ പ്രപഞ്ചം ഇല്ല. എവിടെ പോയി? അല്പം മുമ്പ് ഞാൻ കണ്ടുകൊണ്ടിരുന്നതല്ലേ ഈ പ്രപഞ്ചത്തെ, ഈ ജഡ പ്രപഞ്ചത്തെ. കാരണം സൂക്ഷ്മം, സ്ഥൂലം എന്നീ 3 അവസ്ഥകളിൽ കൂടി തെളിയുന്ന ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉൾപ്പെട്ട പ്രപഞ്ചം അല്പം മുൻപ് ഞാൻ കണ്ടുകൊണ്ടിരുന്നതല്ലേ. കുഗതം. അതിപ്പോ എവിടെ പോയി? കേനവാ നീതം. ആര് കൊണ്ടുപോയി അതിനെ? കുത്രലീനം. എവിടെ ലയിച്ചു? ഒരിടത്തിൽ ലയിക്കാനൊന്നുമില്ല. ഇല്ലാത്തത് ഇവിടെ ലയിക്കാനാണ്. മരുഭൂമിയിൽ കടന്നു ചെല്ലുമ്പോൾ കാനൽ ജലം ഇല്ലാതാവുന്നു. കാനൽ ജലം ലയിക്കുകയാണോ? അവിടെ ജലമേ ഇല്ലായിരുന്നു. മരുഭൂമിയെ കണ്ടതോടുകൂടി അത് സ്പഷ്ടമായി. അതുപോലെ ഇവിടെ ഒരു പ്രപഞ്ചവും ഇല്ല. സത്യം, പരമമായ ശാസ്ത്രസത്യം അതാണ്. നമുക്ക് പിടികിട്ടിയാലും ശരി, പിടികിട്ടിയില്ലെങ്കിലും ശരി, വേദാന്തത്തെ ആര് കുറ്റം പറഞ്ഞാലും ശരി, കണ്ടു ഈ പ്രപഞ്ചമൊക്കെ ഇല്ലെന്ന് പറയുന്നതാണ് ഇവിടെ ഏറ്റവും വലിയ അബദ്ധം. വികസന പ്രവർത്തനങ്ങളൊക്കെ തടഞ്ഞു പോകും. കർമ്മം ചെയ്യാൻ മനുഷ്യന്, ഇങ്ങനെയാണ് ചിലർ പറയുന്നത്, ഇല്ലാത്ത പ്രപഞ്ചമല്ലേ, കർമ്മം ചെയ്യാനുള്ള പ്രേരണ നഷ്ടമാകും. അതുകൊണ്ട് ഈ വേദാന്തമൊന്നും പഠിക്കരുത്. വേണ്ട, വേദാന്തമൊന്നും പഠിക്കണ്ട. നിരന്തരം കർമ്മം ചെയ്തോളൂ, പ്രപഞ്ചമൊക്കെ ഉള്ളതാണെന്ന് വിചാരിച്ചോളൂ. എന്ത് കിട്ടും? ഇന്ന് പത്രം എടുത്ത് നോക്കിയാൽ കാണാം. ദിവസവും പത്രം എടുത്ത് നോക്കിയാൽ കാണാം എന്താ കിട്ടുന്നത്. ലോകമെമ്പാടും അതേ കിട്ടാനുള്ളൂ. കാരണം ഇതൊക്കെ ഉള്ളതല്ലേ. ഓരോ വ്യക്തിയും, ഓരോ കുടുംബവും, ഓരോ രാഷ്ട്രവും ഉള്ളത് വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുകയാണ്. ഉള്ളതിനെ, കുടുംബത്തിലെ ഒരേ അച്ഛന്റെ മക്കൾ, അദ്ദേഹം സമ്പാദിച്ചു വെച്ചിരുന്ന കുറച്ച് ജഡം, പണം, വസ്തു അവരോരോരുത്തരും വെട്ടിപ്പിടിക്കുകയാണ്. എന്താ? ഇതൊക്കെ ഉള്ളതല്ലേ. ഇതില്ലാത്തതാണെന്ന് വിചാരിച്ചു എന്ന് വെച്ച് ലോകവ്യവഹാരമൊന്നും വലിച്ചെറിയണം എന്ന് ഗീതയോ വേദാന്തമോ ഒരിടത്തും പറയുന്നില്ല. പക്ഷെ ഇത് ശാസ്ത്രീയ സത്യമാണ്. നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അംഗീകാരം, ആരുടെയും അംഗീകാരം ശാസ്ത്രീയമായ സത്യത്തിന് ആവശ്യമില്ല. അതാണ് ഒരു സത്യദർശിയുടെ ധീരത. വിവേകാനന്ദ സ്വാമിയെ പോലെ, ഗുരുദേവനെ പോലെ ഒക്കെയുള്ള സത്യദർശികളുടെ ധീരത എന്താ? ലോകം എന്തു പറയുന്നു എന്നത് ഗണിക്കുന്നതേയില്ല.
എന്ന് വിചാരിച്ച് ആരോടും വഴക്കിനോ മുദ്രാവാക്യം വിളിക്കോ ഒന്നിനും പോകുന്നില്ല. ശിവഗിരിയിൽ പ്രതിഷ്ഠ നടത്തി വന്ന് ഒരാൾക്ക് ഭാവന ചെയ്യാൻ പോലും കഴിയാത്ത ഒരു കർമ്മമാണ് ഗുരുദേവന് ശിവഗിരിയിൽ ചെയ്തത്. ആരോടും വഴക്കിന് പോയില്ല, ഒന്നും പോയില്ല. താനൊരു പ്രതിഷ്ഠ നടത്തി ആർക്കും മിണ്ടാൻ സാധിക്കില്ല. അത്ര കണ്ട് പരമമായ സത്യത്തിന്റെ ഉറപ്പിന്റെ മേലാണ് പ്രതിഷ്ഠ നടത്തുന്നത്. വേറെ ആരും മിണ്ടാൻ പറ്റില്ല. അതാണ് അവരുടെ ധീരത. കർമ്മരംഗത്ത് അവർക്ക് മാത്രമേ ധീരത ഉണ്ടാവൂ. സത്യദർശി മറ്റൊക്കെ ഭയന്ന് വിപ്ലവം എന്നൊക്കെ പറഞ്ഞ് ഭയന്ന് എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു. ഇവിടെ ഭയത്തിന്റെ കണിക പോലുമില്ല. രണ്ടില്ലാത്തവർക്ക് എന്ത് ഭയമാണ്? ഏത് സത്യദർശയിലും ഈ ധീരത കാണാൻ കഴിയും. വിവേകാനന്ദ സ്വാമിയായാലും ഗുരുദേവനായാലും ശ്രീശങ്കര ഭഗവത്പാദരായാലും ഒരു പേടിയുമില്ല. ശ്രീശങ്കരനൊക്കെ വെറും 30 വയസ്സുവരെ ജീവിച്ചു. എന്താ, അന്ന് വലിയ ഭയങ്കരന്മാരായ മതവാദികളും തീവ്രവാദികളും ഒക്കെ ഉണ്ടായിരുന്നേ. ഈ 30 വയസ്സിനകത്ത് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം എത്രയോ സ്ഥലത്ത് സഞ്ചരിച്ച് വിമതന്മാരുമായി ഏറ്റുമുട്ടി. അവിടെ നിന്നും അദ്ദേഹത്തെ ആരും ഒന്നും ചെയ്യാൻ തയ്യാറായില്ല. ഒടുവിൽ ഒരു കാപാലികനോ മറ്റോ ചെന്ന് തല വേണം എന്ന് ചോദിച്ചു എന്നാണ്. ആ തല വേണമെന്ന് ചോദിച്ചത് അദ്ദേഹത്തെ ഉപദ്രവിക്കാനല്ല, എനിക്ക് ഒരു സർവജ്ഞന്റെ തല ദേവിക്ക് അർച്ചിക്കണം, അതിപ്പോ സർവജ്ഞൻ അങ്ങ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ആ തല കിട്ടിയാൽ തിരക്കേടില്ല. അങ്ങനെയാണ് ആ തല വെട്ടാൻ പോയത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിനക്ക് ഉപകരിക്കുമെങ്കിൽ വെട്ടിക്കോ, എനിക്ക്. അതാണ് ഈ ഭാരതത്തിലെ സത്യദർശികളുടെ ധീരത. വഴക്കിനൊന്നും പോയില്ല. എനിക്കിനിയിപ്പോ ഈ തല ആവശ്യമില്ല, എന്റെ ആവശ്യം നടന്നിരിക്കുന്നു, ഇതിനെ നീ വെട്ടിക്കോ. പക്ഷേ അങ്ങനെയുള്ള സത്യദർശികളുടെ തലയെ പരിരക്ഷിക്കാൻ പ്രപഞ്ച നിയമം കടപ്പെട്ടതാണ് എന്നാണ് വാസിഷ്ഠവും മറ്റും പറയുന്നത്. അതിരിക്കേണ്ടിടത്തോളം ഇരുന്നേ പറ്റൂ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? പത്മനാഭൻ എന്ന ശിഷ്യനിൽ നരസിംഹത്തിന്റെ ആവേശമുണ്ടായി. ഏത് നരസിംഹം, എവിടെ? അതൊക്കെ വേറെ കാര്യം. നരസിംഹം എന്ന് പറയുന്ന ആ ധീരത, ഹിരണ്യ കശുപുവിനെ എന്റെ മാറ് പിളർന്ന നരസിംഹം, ആ ഭാവം ഗംഗയിൽ കുളിച്ചുകൊണ്ടിരുന്ന പത്മപാദർക്ക് ആ ഭാവം ഉണ്ടായിരുന്നാണ്. അദ്ദേഹം ചാടി ഓടി വന്ന് കാപാലികന്റെ കയ്യിൽ നിന്നും വാള് പിടിച്ചു പറിച്ച് അയാളുടെ തലവെട്ടി ദൂരെ എറിഞ്ഞു എന്നാണ് കഥ. അവിടെ ശ്രീശങ്കര ഭഗവത്പാദന് ഒരു തടസ്സവും പറഞ്ഞില്ല, വേണമെങ്കിൽ വെട്ടിയെടുത്തു. ഈ ധീരത മറ്റാർക്കുണ്ടാവും? ഈ സത്യദർശനം കൊണ്ടേ ഉണ്ടാവൂ. അല്ല ധീരത, അല്ല സത്യദർശനം ഇവിടെ ആരുടെയെങ്കിലും കർമ്മത്തെ നിരുത്സാഹപ്പെടുത്താനോ ഒന്നുമല്ല. പ്രപഞ്ചത്തിന്റെ പരമമായ ശാസ്ത്രീയ വസ്തുസ്ഥിതി ഒരു ചിന്തകനും ഒരിക്കലും ചോദ്യം ചെയ്യാൻ കഴിയാത്ത വസ്തുസ്ഥിതി. ഇത് വേദാന്തലിണ്ടിമ, ഇത് വേദാന്തത്തിന്റെ പെരുമ്പറഘോഷം എന്ന രീതിയിൽ പ്രഖ്യാപിച്ചിട്ടുള്ള സത്യസ്ഥിതി. ഇന്നുവരെ ആർക്കും, അതിനെ സമീപിച്ചവർക്കാർക്കും ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുമില്ല. അപ്പോ ഞാനീ പറഞ്ഞത് വേദാന്തത്തെ വേണ്ടവണ്ണം ധരിക്കാതെയും ആ സത്യം അനുഭവിച്ചറിയാൻ ഒരു പ്രയത്നവും ചെയ്യാതെയും കുറെ പേര് എന്തൊക്കെയോ തെറ്റിദ്ധരിച്ച് ഈ സത്യത്തെ ഇങ്ങനെ അപവാദം പറഞ്ഞ് നടക്കുന്നുണ്ട്. കർമ്മത്തെയൊക്കെ നിരുത്സാഹപ്പെടുത്തിക്കളയും. കർമ്മരംഗത്ത് പോലും കൃഷ്ണൻ പറയുന്നത് യോഗ കർമ്മസു കൗശലം, കർമ്മത്തിന് സാമർഥ്യം വരണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു ചാവുന്നതാണോ കർമ്മം? സമർത്ഥമായി ലോകോപകാരപ്രദമായി കർമ്മം അനുഷ്ഠിക്കണമെങ്കിൽ അർജുന ഈ യോഗം, ഈ സത്യബോധം ഉൾക്കൊള്ളൂ. അതല്ലാതെ സാധ്യമല്ല. കൃഷ്ണൻ അത് ഉൾക്കൊണ്ടു പൂർണ്ണമായും. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു ജീവിതത്തിൽ ഒരു താല്പര്യവുമില്ല, ഗംഭീരമായി തന്റെ കർമ്മം
തേര് കളിക്കലാണെങ്കിൽ തേര് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ എന്തെല്ലാം ഗംഭീര കൃത്യങ്ങൾ അദ്ദേഹം നടത്തി കൃഷ്ണൻ. അപ്പോ അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളിലൊന്നും ചെന്നകപ്പെട്ടു പോകരുത്. പെട്ടെന്നിത് അനുഭവിച്ചറിയാൻ ഒരുപക്ഷെ എളുപ്പമല്ലായിരിക്കും. പക്ഷെ ബുദ്ധിക്കിത് ഓർമ്മിക്കാൻ പ്രയാസമില്ലല്ലോ. എന്തുകൊണ്ട് ഓർമ്മിക്കണം? ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നു, വിവേകാനന്ദ സ്വാമി പറയുന്നു, ശ്രീശങ്കരൻ പറയുന്നു, വ്യാസൻ മുതൽ ഇങ്ങോട്ടുള്ള സത്യദർശികളൊക്കെ നിർഭയം പ്രഖ്യാപിക്കുന്നു. അപ്പോ അത് കള്ളമാവാനിടയില്ലല്ലോ. എന്താ? എല്ലാം ഒന്ന്. ഇവിടെ പലതില്ല. മനസൈവേദമാപ്തവ്യം നേഹനാനാസ്തി കിഞ്ചന ഉപനിഷത്തിന്റെ പ്രസ്താവനയാണ്. നിങ്ങൾ മനസ്സുകൊണ്ട് ശാസ്ത്രീയമായി ചിന്തിച്ചറിയൂ, അല്ലാതെ കണ്ണുമടച്ച് വിശ്വസിക്കണ്ട. എന്താ? നേഹനാനാസ്തി കിഞ്ചന, ഇവിടെ ലേശം പോലും പലതില്ല. പശ്യതീഹ നാനേവ മൃത്യോർമൃത്യം സഗച്ഛതി. ഇവിടെ പലതുണ്ടെന്ന് കാണുന്നവന്റെ പിന്നാലെ അവനെ ഭയപ്പെടുത്തിക്കൊണ്ട് മരണം സദാ അവനെ പിന്തുടരും. അതുകൊണ്ട് ആ ഭയത്തിൽ നിന്നും രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ സത്യബോധത്തിനല്ലാതെ നിങ്ങളെ രക്ഷപ്പെടുത്താൻ മറ്റൊന്നിനും ഇവിടെ സാധ്യമല്ല. അതാണ് നമ്മൾ ഇതിൽ നിന്നൊക്കെ ഗുരുദേവന്റെയും മറ്റും ഇത്തരം കൃതികളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എരികയ്യത്തിലേന്തി ഇറങ്ങിവരും തിരുമേനി ചിദംബരമെന്നരുളും പുരി തന്നിലിരുന്ന്, അവിടെ ഇരുന്നുകൊണ്ട് തന്നെ പുരി ചെയ്തരുളുന്നതും ഒരത്ഭുതം തന്നെ, ഒരത്ഭുതമാണ്. ആ ചിദംബരമെന്ന പുരിയിൽ തന്നെ ഇരുന്നു കൊണ്ട് സൃഷ്ടിക്കുന്നു. അനക്കമില്ല ആ ചിദംബരത്തിലെ ഇരിപ്പിന്. അതുകൊണ്ടാണ് ഇത് അത്ഭുതം. അത്ഭുതം, മഹദത്ഭുതം എന്നാണ്. എന്തുകൊണ്ട്? അവിടുത്തെ ഇരിപ്പിന് അനക്കമില്ല. പക്ഷെ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ സൃഷ്ടിക്കുന്നു. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ ഇളക്കി മറിച്ച് പ്രവർത്തിപ്പിക്കുന്നു. സ്ഥിതി സംഹരിക്കുന്നു. ഒടുവിൽ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ സംഹരിക്കുന്നു. ഇത് തന്നെ ജോലി. വീണ്ടും ഈ തോന്നലുളവാക്കുന്നു. ശ്രീശങ്കരൻ തന്നെ ഈ സംഹാരത്തെക്കുറിച്ച് ശിവാനന്ദലഹരിയിൽ പറയുമേ, ഭഗവാനെ, അവിടുത്തെ ഈ സംഹാര രൂപം കിം റൂമസ്തവ സാഹസം പശുപത്തെ, അല്ലല്ലോ ശിവനെ, അങ്ങയുടെ ഈ സാഹസം, അതിനെക്കുറിച്ച് എന്ത് പറയാനാണ്? കിം റൂമസ്തവ സാഹസം പശുപത്തെ കസ്യാസ്തി ശംഭോ ഭവദ്ധൈര്യം, അങ്ങയുടെ ഈ ധൈര്യം വേറെ ആർക്ക് കിട്ടാനാണ്? ധൈര്യം ചീദൃശം ആത്മനസ്ഥിതി. എന്നിട്ട് എന്താ? എല്ലാം എരിഞ്ഞ് ചാമ്പലാവുകയാണ്. പക്ഷെ അങ്ങ് ആനന്ദ നൃത്തം ചെയ്യുന്നു. അതാണ് ഇത് വേറെ ആർക്ക് കിട്ടും? എല്ലാം എരിഞ്ഞ് ചാമ്പലാകുന്നു. മുനിമാരും സിദ്ധന്മാരും ദേവന്മാരും ഒക്കെ സംഹാര താണ്ഡവം. ശിവനോ ഭഗവാനോ എന്ത് ചെയ്യുന്നു? ആനന്ദ നൃത്തം. കിം ബ്രൂമസ്തവ സാഹസം പശുപസേ കസ്യാസ്തി ശംഭോ ഭവദ്ധൈര്യം ചീദൃശം ആത്മനസ്ഥിതിരിയം ച അന്യൈകഥം ലഭ്യത്തെ. ഈ ഒരു ധൈര്യം മറ്റാർക്ക് കിട്ടാനാണ്? ഭ്രംശ്യത് ദേവഗണം, ദേവന്മാരെല്ലാം അതാ ചിന്നിച്ചിതറി നശിക്കുന്നു. ഭ്രശ്യൻ ദേവഗണം മുനിജനം പശ്യൻ പ്രപഞ്ചം ലയം, പ്രപഞ്ചം മുഴുവനങ്ങ് ലയിച്ച് ഇല്ലാതാകുന്നു. എന്നിട്ട് അങ്ങോ ഏകയേവ ഒറ്റ ഒരാളായി നിന്ന് രണ്ടില്ലാതെ അങ്ങ് ആനന്ദ നൃത്തത്തിൽ ആറാടുന്നു. ഇതാണ് ഈ ധൈര്യം വേറെ ആർക്ക് കിട്ടും? അപ്പോ അതാണ് ഇവിടെ ചിദംബരമെന്നരുളും പുരി തന്നിൽ. ആ വാക്ക് ഗുരുദേവൻ 2 തവണ ആവർത്തിച്ചു. ഈ സൃഷ്ടി ഉണ്ടെന്ന് തോന്നിക്കുമ്പോഴും സംഹാരം നടത്തുമ്പോഴും അങ്ങ്
അലയറ്റ് അനങ്ങാതെ ചിദംബരത്തിൽ ഇരിക്കുകയാണ്. പശ്യൻ ദേവഗണം ത്രസൻ മുനിജനം പശ്യം പ്രപഞ്ചം ലയൻ പശ്യൻ നിർഭയ ഏകയേവ വിഹരത്യാനന്ദസാന്ദ്രോ ഭവാൻ. ആനന്ദസാന്ദ്രനായി അങ്ങ് കേവലനായി ഏകാകിയായി നൃത്തം ചെയ്യുന്നു. എന്തിനിതൊക്കെ പറയുന്നു? നമുക്കൊരു പക്ഷേ ഇപ്പോ ശിവൻ നൃത്തം ചെയ്തതുപോലെ ഒന്നും നൃത്തം ചെയ്യാൻ പറ്റില്ലായിരിക്കും. ഒന്നുമില്ല. ഇവിടെ ഒരു ആനന്ദസ്വരൂപനായ ശിവൻ മാത്രമേ ഉള്ളൂ. ഈ കാണുന്നതൊക്കെ വെറും മായ, ഇല്ലാത്തത്. ഇതറിഞ്ഞുകൊണ്ട് ഗംഭീരമായി കർമ്മരംഗത്ത് വേണമെങ്കിൽ വർത്തിക്കുക. വർത്തിച്ചാൽ ദുഃഖിക്കണ്ട. എന്തുമാവട്ടെ, നടക്കട്ടെ. അപരിഹാര്യർത്ഥേ നത്വം ശോചിത്തുമർഹസി. പരിഹരിക്കാൻ വയ്യാത്ത കാര്യത്തിൽ നീ എന്തിനാ ദുഃഖിക്കുന്നത്? പരിഹരിക്കാൻ പറ്റുമെങ്കിൽ ചെയ്യൂ. ഒരാൾക്ക് സുഖക്കേട് വന്നു, പരമാവധി നമുക്ക് നല്ല വൈദ്യനെ ആരെയും കൊണ്ട് ചികിത്സിക്കാം. പക്ഷെ അദ്ദേഹം ചികിത്സയ്ക്കൊന്നും ആ രോഗം വഴങ്ങാതെ മരിക്കുന്നു. ദുഃഖിച്ചിട്ടെന്താ കഥ? സന്തോഷിച്ചില്ലെങ്കിൽ പോലും ദുഃഖിക്കാതെ കഴിയാമല്ലോ. നടക്കട്ടെ. ഭഗവാന്റെ കളി നടക്കുന്നു, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ ഏത് സംഭവവും നമുക്ക് ചെയ്യാവുന്നിടത്തോളം ചെയ്യാം. അതേ ഇവിടെ ചെയ്യാനുള്ളൂ. അപ്പോഴൊക്കെ ഈ സത്യം ഓർമ്മിച്ചാൽ വെറും കളി. നമ്മൾ ചെയ്യുന്നതൊന്നും ഫലിക്കുന്നില്ല. അതുകൊണ്ട് കുറച്ച് കരഞ്ഞേക്കാം, അല്ലെങ്കിൽ കുറച്ച് കണ്ണുനീർ വാർത്തേക്കാം. എന്താ കാര്യം? ഒന്നും ഫലിക്കുന്നില്ല. കണ്ണുനീർ വാർത്താ ഫലിക്കുമോ? ഈ മനുഷ്യനെന്തിന് ഈ ഭൗതികമായി പോലും ചിന്തിച്ചാൽ നമുക്കിത് എവിടെയും കാണാൻ സാധിക്കില്ലേ? ആരെങ്കിലും മരിക്കുന്നു, ഒരു നെഞ്ചത്തടി, വാസ്തവത്തിൽ നെഞ്ചത്തടിച്ച് കരയുന്നു. എന്താ എനിക്കിവിടെ അറിയാൻ? എൻ്റെ ഒരു ബന്ധു തന്നെ 2 മക്കളുണ്ടായിരുന്നു. ഭർത്താവ് മരിച്ചു. അവര് നെഞ്ചത്തടിച്ച് കരഞ്ഞു, സൂക്കേട് പിടിച്ചു, ആശുപത്രിയിലാക്കി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അവർ മരിച്ചു. ആ 2 മക്കളും നിരാധാരരായി. തീർന്നില്ല. അവർക്കൊരു സൂക്കേടും ഇല്ലായിരുന്നു. ഭർത്താവ് സൂക്കേടായിട്ട് മരിച്ചു. അതിനവർ നെഞ്ചത്തടിച്ച് നിലവിളിച്ചാൽ ചെയ്യേണ്ടതൊക്കെ ചെയ്തു. ഇനി നെഞ്ചത്തടിച്ചിട്ട് എന്താ കാര്യം? ഉള്ള കുഞ്ഞുങ്ങളെ പരമാവധി കഴിവനുസരിച്ച് വളർത്തി നമ്മുടെ വേറൊരു നാടകം, അത്രയേ ഉള്ളൂ. അതിനുപോലും സന്ദർഭം കിട്ടാതെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്നു. അതാണ് ഈ ജഗത്തിന്റെ ദുസ്ഥിതി. ഇപ്പൊ എനിക്ക് നല്ലവണ്ണം അറിയാം. ഞാനിപ്പോ ഇവിടെ ഇരുന്നു കൊണ്ട് ഈ ഗംഭീര പ്രസംഗം ചെയ്തുകൊണ്ടൊന്നും ഇതൊന്നും ഒരിടത്തും അങ്ങോട്ട് ആരും അങ്ങോട്ട് വലുതായിട്ട് അംഗീകരിക്കാൻ പോകുന്നില്ല. പക്ഷെ നമ്മിൽ ഒരാളിന് അംഗീകരിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. എനിക്കിത് നല്ല ഉറപ്പ്. ഞാൻ രക്ഷപ്പെട്ടിരിക്കുക. എനിക്കിത് നല്ല ഉറപ്പ്. ഇനി അങ്ങനെ കരയാനോ നിലവിളിക്കാനോ ഒന്നും സാധ്യമേ അല്ല. സർവം ഈശ്വരമയം. അത് നമുക്ക് ഉറപ്പാക്കിത്തരാൻ വേണ്ടിയാണ് ഗുരുദേവൻ ഇതൊക്കെ പറയുന്നത്. ആ ഒരു ധീരത, കർമ്മം ചെയ്യാനുള്ള ധീരത, അതോടുകൂടി ദുഃഖിക്കാതിരിക്കാനുള്ള ധീരത. യുദ്ധസ്വ വിഗതജ്വര. ദുഃഖമില്ലാതെ യുദ്ധം ചെയ്യൂ അർജുന. കൃഷ്ണന്റെ ആ വാക്ക് നടപ്പാക്കാൻ ഈ സത്യബോധത്തിന്റെ ഉറപ്പിനല്ലാതെ മറ്റൊന്നിനും സാധ്യമല്ല. അതിനുള്ള കരുത്ത് ജഗദീശ്വരൻ നമുക്കൊക്കെ തന്ന് അനുഗ്രഹിക്കാറാവട്ടെ. 2 പദ്യങ്ങളുണ്ട്. അത് നമ്മൾ നാളെ എടുക്കും. നമസ്കാരം.